സർ, മുൻ സർക്കാരുകൾ പ്ലാൻ ഫണ്ടിൻ്റെയും ബഡ്ജറ്റിൻ്റെയും ഭാഗമായി നടത്തിക്കൊണ്ടിരുന്ന നിർമ്മാണ പദ്ധതികളും സാമൂഹ്യക്ഷേമ പദ്ധതികളും ഇപ്പോൾ കിഫ്ബിയും KSSBയും നടത്തിവരുന്ന സാഹചര്യമാണുള്ളത്. സർ, ഈ സംവിധാനങ്ങളുടെ വായ്പാ കുടിശ്ശിക ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉൾപ്പെടുത്തിയാൽ സംസ്ഥാനത്തെ റവന്യൂ കമ്മി ഇതിലും ഉയരും എന്നത് ഒരു വസ്തുതയല്ലേ? മിനിസ്റ്റർ സംബന്ധിച്ച് വിശദീകരിക്കാം. സാർ, ഇത് അന്നോട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം പറയുന്നൊരാവശ്യമാണ്. ഈ കടം മൊത്തം സംസ്ഥാനത്തിൻ്റെ പൊതുക്കടത്തി വരുത്തണം. എന്തായാലും നിങ്ങൾ പറഞ്ഞത് അവസാനം അത് CNTAGയും കേന്ദ്ര ഗവൺമെൻറ്റും വന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ സാർ വലിയ വെട്ടിക്കുറവ് വന്നത്. വാസ്തവത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നത് സാർ ഈ വർഷം 4800 കോടിയോളമാണ് സാർ മുൻപെടുത്ത കടം എന്ന് പറഞ്ഞത് നമുക്ക് ഈ വർഷം എടുക്കേണ്ടത്. നേരത്തെ അത് ബാധിച്ചിരുന്നല്ല, അത് എടുക്കേണ്ട ഒരു പേര് വെട്ടിക്കുറയ്ക്കുന്നത്. ഏകദേശം 12,000 കോടി രൂപ ഈ വർഷം നമുക്ക് ചിലവാക്കേണ്ടതിൽ കേന്ദ്രത്തിൻ്റെ പല നിയന്ത്രണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട്, നേരത്തെ നിങ്ങളും ഉൾപ്പെടെ പറഞ്ഞ ഇത് കിഫ്ബി എന്ന് പറയുന്നത് പിന്നീട് വരുന്ന ബാധ്യതയാണ്. അതുകൊണ്ട് പൊതുക്കടത്തി വരുത്തണം എന്നുള്ളതുകൊണ്ട് 12,000 കോടി രൂപ ഈ വർഷവും അതിൻ്റെ കുറവ് വരുന്നുണ്ട് സാർ. എന്ന് മാത്രമല്ല, എപ്പോഴും പുറത്തു വരാത്തൊരു കണക്കൂടി ഞാൻ പറയാം സാർ. ഞങ്ങൾ ഈ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഈ പെൻഷൻ കമ്പനിയുടെ ബാധ്യത ഏകദേശം 30,000 കോടിയായിരുന്നു. അത് നേരത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടത്തി വരുമായിരുന്നില്ല സാർ. അതിപ്പോൾ 13,000 കോടിയായിട്ട് എല്ലാ വർഷവും ആവർത്തിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ പണം മൊത്തം ഏകദേശം 20,000 കോടി രൂപ ഇപ്പോൾ ഈ പൊതുക്കണക്കിൽ വരാത്ത പെൻഷൻ കമ്പനിയുടെ പേരിലെടുത്ത കടവും കൊടുത്തു തീർക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കൊടുത്തു. കാരണം ഈ നിയമം വന്നുകൊണ്ടാണ് സാർ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ചതുപോലെ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേന്ദ്രം ശക്തമായി പിടിമുറുക്കി നമ്മുടെ കഴുത്തിന് പിടിച്ച് കുറച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ നന്നായി നിൽക്കുന്നു എന്നുള്ളതാണ് സാർ സന്തോഷകരമായ കാര്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, കേരളത്തിലെ നികുതി വരുമാനത്തിൽ പ്രധാന പങ്ക് പെട്രോൾ ഡീസൽ നികുതി ഇനത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. സർ, സംസ്ഥാന സർക്കാർ പ്ലീസ് ബഹളം ഉണ്ടാക്കല്ല, അവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്. സർ, കേരളത്തിലെ നികുതി വരുമാനത്തിൽ പ്രധാന പങ്ക് പെട്രോൾ ഡീസൽ നികുതി ഇനത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാർ സെസ് ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ധനത്തിൻ്റെ ഉപഭോഗം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടൊക്കെയാണ് സാർ ഇപ്പോൾ ഇന്ധനം നിറയ്ക്കുന്നത്. സാർ, ഈ സാഹചര്യത്തിൽ സെസ് പിൻവലിക്കാനുള്ള നടപടി സ്വീകരിക്കും, അതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്? മിനിസ്റ്റർ, സെസ് പിൻവലിക്കും സാർ. പെട്രോൾ ഡീസലിൻ്റെയും അതുപോലെ മദ്യത്തിൻ്റെയും 2 കാര്യം മാത്രമാണ് സാർ നമുക്ക് ഈ GSTക്ക് പുറത്തുള്ളത്. അതിനകത്ത് ഈ സെസ്സിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വരുമാനം വരുന്നില്ല എന്നുള്ള നേരത്തെ കണക്കുകൾ വെച്ചിട്ടുള്ളതാണ്. സെസ് ഏർപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് വലിയ തോതിൽ അതിൻ്റെ പേരിൽ സെയിൽസ് കുറഞ്ഞു എന്ന് പറയാനും പറ്റില്ല സാർ. മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ പെട്രോൾ നമ്മുടെ നാട്ടിലേക്ക്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും ഡീസൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ കർണാടകത്തിലും ഇടയ്ക്ക് അവർ ഈ സോഷ്യൽ വെൽഫെയർ കാര്യങ്ങൾ വന്നപ്പോൾ അവിടുത്തെ ടാക്സ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കൂട്ടിയതിന് ശേഷം, നമ്മൾ നേരത്തെ പറഞ്ഞതിന് ശേഷം എത്ര വർഷമായിട്ട് നമ്മൾ തൊട്ടിട്ടില്ല, അവിടെ കൂട്ടേണ്ടി വന്നത് അവർ 40,000 കോടി രൂപയോളം അധികം ബാധ്യത വരുന്ന തരത്തിലേക്ക് ചില സ്കീമുകളുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതെന്ന് കണക്കാൻ പറ്റില്ല. പക്ഷേ ഇൻഡസ്ട്രിയൽ പർപ്പസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യൂട്ടി ഒന്നും കൊടുക്കാതെ കൊണ്ടുവരാവുന്ന ചില പ്രൊവിഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ടാക്സുമായിട്ടോ നമ്മുടെ ടാക്സുമായിട്ടോ ബന്ധമില്ല. ഇൻഡസ്ട്രിയൽ പർപ്പസിനാകുമ്പോൾ അത് കൊണ്ടുവന്ന് വളരെ വില കുറച്ച് നമുക്ക് 10-15 രൂപയൊക്കെ കുറഞ്ഞ് കിട്ടും. ഇതിൻ്റെ പേരിൽ ചില കള്ളക്കടത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അതിന് കുറേയേറെ വണ്ടികൾ പിടിച്ചെടുക്കുകയും കേസുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനെ അങ്ങനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ തരത്തിൽ നേരിടാൻ പറ്റില്ല. പ്രത്യേകിച്ചും നമുക്ക് പല സ്ഥലത്തും മാഹി, അതിനപ്പുറം കണ്ണൂർ, ഇപ്പുറത്ത് വടകര എന്ന നിലയിലേക്ക് പല സ്ഥലത്തുനിന്നും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അത് ഈ പറഞ്ഞ നികുതിയുടെ പ്രശ്നമല്ല, അല്ലാതുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പൊതുവിൽ അല്ലാതുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്.